2630 രൂപ നഷ്ടപ്പെട്ടതിലല്ല, സർവീസിൽ കയറാനുള്ള ആദ്യത്തെ അറ്റംപ്റ്റ് തന്നെ ഇങ്ങനെ ആയതിലാണ് സങ്കടം. ഒരു പെൺകുട്ടി കഴിഞ്ഞ ദിവസം ഒരു സോഷ്യൽ മീഡിയ പേജിൽ ഒരു വിഭാഗം ആർമിയിലേക്കുള്ള ജോബ് വേക്കൻസി ഉണ്ടെന്നുള്ള പരസ്യം കാണാനിടയായി. പരസ്യം കണ്ടപ്പോൾ തന്നെ അവർക്ക് മെസ്സേജ് അയച്ചു. നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ റിപ്ലൈയും കിട്ടി തുടങ്ങി. വളരെ കുറച്ച് വേക്കൻസി മാത്രമാണ് ഇപ്പോൾ ഉള്ളതെന്നും 22 വയസ്സായത് കൊണ്ട് ഇനി നല്ലൊരു അവസരങ്ങൾ കിട്ടുകയില്ലെന്നും ഈ വർഷം ഈ വിഭാഗത്തിലേക്ക് വേറെ റിക്രൂട്ട്മെന്റ്സ് ഒന്നുമില്ല, അതുകൊണ്ട് എത്രയും വേഗം അപ്ലൈ ചെയ്യണമെന്നും അവളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ആപ്ലിക്കേഷൻ കൊടുക്കുവാൻ ആവശ്യമായുള്ള രേഖകൾ ആവശ്യപ്പെട്ടു. അപ്ലൈ ചെയ്യുകയാണെന്നും OTP വരണമെങ്കിൽ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു തുക അയച്ചു കൊടുക്കാനും പറഞ്ഞ് UPI നമ്പർ അവൾക്ക് അയച്ചു കൊടുത്തു. ജോലിയിൽ പ്രതീക്ഷ ഉണ്ടായിരുന്ന ഈ പെൺകുട്ടി വീട്ടിൽ ഈ കാര്യങ്ങൾ സംസാരിക്കുകയും കയ്യിലില്ലാതിരുന്നിട്ട് പോലും കടം വാങ്ങി പണം അവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നീട് എന്ത് സംഭവിച്ചു? മെസ്സേജിന് റിപ്ലൈ ഇല്ല, കോൾ വിളിച്ചാൽ എടുക്കില്ല. മറ്റ് നമ്പറിൽ നിന്ന് വിളിച്ചു നോക്കി കഴിയുമ്പോൾ ആളെ മനസ്സിലാക്കിയതിനു അതിനുശേഷം കുറച്ചു ദിവസമായി ഫോൺ സ്വിച്ച് ഓഫ്. നഷ്ടപ്പെട്ടത് ചെറിയൊരു തുകയാണെങ്കിൽ പോലും അവിടെ സംഭവിച്ചത് മറ്റൊന്നാണ്. ആ പെൺകുട്ടിക്ക് നഷ്ടപ്പെട്ടത് ചെറിയ തുകയേക്കാളും വലുത് അവളുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ് ആയിരുന്നു. ജോലി എന്നത് ഓരോ മനുഷ്യന്റെ നിലനിൽപ്പാണ്. അതിന്റെ ആവശ്യങ്ങൾ കൂടുമ്പോൾ ചൂഷണവും കൂടും, പറ്റിക്കപ്പെടും. നോട്ടിഫിക്കേഷൻ വന്ന് ഓൺലൈനായിട്ട് അപേക്ഷകൾ കൊടുക്കുമ്പോൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സെന്ററുകളിൽ നിന്നോ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നോ സ്വന്തമായിട്ട് ചെയ്യുകയോ ചെയ്യുക. ഇന്ത്യൻ ആർമിയിലേക്കും സെൻട്രൽ ഗവൺമെന്റിന്റെ മറ്റ് ജോലികളിലേക്കുമുള്ള പ്രവേശനം സത്യസന്ധവും സുതാര്യവുമാണ്. ഇടനിലക്കാരുടെ വാക്കുകളിൽ പറ്റിക്കപ്പെടാതിരിക്കുക. നിങ്ങൾക്ക് വേണ്ട എൻറോളിംഗ് ഹെൽപ്പിനും നിങ്ങൾക്ക് വേണ്ട ജോബ് വേക്കൻസികളുമായി ഞാൻ എന്നും ഓരോ വീഡിയോ വെച്ച് ചെയ്യുന്നുണ്ട്. എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ഫോളോ ചെയ്യുക. നാളെ ഞാൻ വീണ്ടും വരും നല്ല ഇൻഫർമേഷനുമായി. വീണ്ടും കാണാം. ജയ് ഹിന്ദ്.